ഈ വീഡിയോ കണ്ടില്ലേ? ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ബംഗ്ലാദേശികൾ നമ്മുടെ അതിർത്തിക്ക് നേരെ കല്ലെറിയുന്നതാണ്. നമ്മളുടെ അതിർത്തിക്ക് നേരെ വന്ന് ആക്രമിക്കുന്നതാണ്. അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് ഇന്ത്യക്കാർ. ഇന്ത്യക്കാരും അതേ അതിർത്തിയിൽ ചെല്ലുന്നുണ്ട്. കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ചില കാഴ്ചയുണ്ടായിരുന്നു. ഈ തുറന്നു കിടക്കുന്ന ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശത്ത് വേലി കെട്ടാൻ ചെല്ലുന്ന BSFകാരെ, നമ്മുടെ സൈനികരെ അവർക്ക് നേരെ ആക്രമിക്കുന്ന, അവർക്ക് നേരെ കല്ലെറിയുന്ന, അവരെ വാളുകളും അരിവാളുകളും വെട്ടുകത്തിയുമൊക്കെ എടുത്ത് കാണിക്കുന്ന, കല്ലും കട്ടയും കഠാരയുമായിട്ട് നിൽക്കുന്ന ബംഗ്ലാദേശികളെയാണ് നമ്മൾ കണ്ടത്. ആ ബംഗ്ലാദേശികൾക്ക് നേരെ ഇന്ന് ബംഗാളികൾ തിരിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ നമ്മുടെ BSF മുന്നറിയിപ്പ് കൊടുത്തതാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കരുത്. അത് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിനോടും ബംഗ്ലാദേശിലുള്ള ഈ പറയുന്ന തീവ്രവാദികളോടും ജിഹാദികളോടും എല്ലാം പറഞ്ഞു BSF. ആവുന്ന ഭാഷയിൽ മര്യാദയ്ക്ക് പറഞ്ഞു, നിങ്ങൾ അടങ്ങിയിരിക്കണം, ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ്, ഞങ്ങൾ ഇവിടെ അതിർത്തി കെട്ടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് അസന്നിഗ്ധമായിട്ട് BSF പ്രഖ്യാപിച്ച കാര്യമാണ്. ഇങ്ങനെ പ്രഖ്യാപിച്ച് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇവന്മാരുടെ തലയിൽ കയറില്ല. ഇവന്മാർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ നാവ് കൊണ്ട് പറയണ്ട, ഇനി ബുള്ളറ്റ് കൊണ്ട് പറയാമെന്ന് വിചാരിച്ച BSF തോക്കെടുത്തു. അവിടെ 2-3 കാറ്റ് പോയി എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ അടുത്ത് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഓരോ ബോർഡർ ഏരിയയിലും വന്ന് കല്ലെറിയുകയാണ്. അതായത് നമ്മളുടെ ബംഗാളിൻ്റെ ഈ പറയുന്ന അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് വിവിധ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ചിലത് കൃഷിഭൂമികളിലൂടെ കടന്നു പോകും, ചിലത് ചില ഗ്രാമപ്രദേശങ്ങളിലൂടെ, ചിലത് വീടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ. അപ്പോൾ ഈ അതിർത്തിയിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെയാണ് വീടുകൾ ഉണ്ടായിരിക്കുക. അവിടേക്ക് കല്ലെറിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ നമ്മുടെ ആൾക്കാരുടെ നേരത്താണ് കൊള്ളുന്നത്, അവിടെ ഉള്ള ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് നേരെ കല്ലെറിയുന്ന ബംഗ്ലാദേശികളുടെ രംഗമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതായത് നമ്മുടെ അതിർത്തിയിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയുന്നു. ഒടുവിൽ സഹി കെട്ടപ്പോൾ ഇന്ത്യക്കാർ ഈ ബോർഡറിലേക്ക് പോയി. BSF ഒന്ന് മാറി നിന്നു. കല്ലേറോട് കല്ലേറ്, ബംഗ്ലാദേശികൾ കല്ലേറ് കൊണ്ട് ഓടുന്ന രംഗമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ബംഗ്ലാദേശികൾ ഓടി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവന്മാർക്ക് നിവർത്തിയില്ല. ഇന്ത്യക്കാർ ഒരുമ്പിട്ടിറങ്ങിയാൽ, പണ്ട് തമാശയ്ക്ക് പറയുമായിരുന്നു, ഇന്ത്യക്കാർ വട്ടത്തിൽ നിന്നിട്ടൊന്ന് മൂത്രം ഒഴിച്ചാലുണ്ടല്ലോ ഈ ബംഗ്ലാദേശ് ഒഴുകി നേരെ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടലിൽ പോയി കിടക്കുമെന്ന് പറയും. അപ്പോൾ ബംഗ്ലാദേശികളെ തീർക്കാനായിട്ട് ഇന്ത്യക്കാരെ ഒരുമിച്ച് നിന്നാൽ മാത്രം മതിയാവൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും വേണ്ട. ഇപ്പോൾ കുറച്ച് ഗ്രാമീണർ തിരിച്ചു ചെന്ന് കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ, തിരിച്ച് മറുപടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അടഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് അവിടെ നമ്മുടെ ഈ BSFൻ്റെയും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിൻ്റെയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പലതും വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അവർ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത്, റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ, മ്യാൻമാറിൽ നിന്നുള്ളവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാം, അല്ല, കൃത്യമായിട്ട് ബംഗ്ലാദേശി ഐഡൻറ്റിറ്റിയുള്ള, ബംഗ്ലാദേശിൻ്റെ പൗരത്വമുള്ള പൗരന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് തിരിച്ചയക്കുന്നത്. അവരെ നിങ്ങൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ റോഹിംഗ്യൻസ് ആരാണ് ശരിക്കും? അവർ ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമാറിലേക്ക് കുടിയേറി അവിടെ ദീർഘകാല അക്രമവും കൊലപാതകവും കൊള്ളിവയ്പ്പും ഒക്കെ നടത്തിയ ഒരു വിഭാഗമാണ്. അവന്മാരിപ്പോൾ അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്ന് കയറിയിരിക്കുകയാണ്, ഒരു നിവൃത്തിയും പരഗതിയില്ലാതെ. മര്യാദയ്ക്കാണ് കഴിഞ്ഞിരുന്നത് എങ്കിൽ എന്തുകൊണ്ട് മ്യാൻമാറിൽ കഴിഞ്ഞുകൂടായിരുന്നു? അവിടുത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളെല്ലാം പിടിച്ചടക്കി ആ മേഖല, മ്യാൻമാറിൻ്റെ മേഖലകൾ പലതും ഈ പറയുന്ന ആക്രമണവും കലാപവും നടത്തിയിട്ടല്ലേ അവസാനം അവിടുത്തെ ബുദ്ധിസ്റ്റുകൾ, ഇങ്ങോട്ട് വന്ന് അടിച്ചാൽ മിണ്ടാതിരിക്കുന്ന ബുദ്ധിസ്റ്റുകൾ ഗതികെട്ട് ആയുധമെടുത്ത് ആക്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് അവിടെ മാത്രമല്ല സംഭവിച്ചത്, ഇത് പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ നമ്മുടെ ബോർഡറിലേക്ക് വരാം. ബോർഡറിൽ എന്താണ് സംഭവിച്ചത്? നിരന്തരമായി BSFന് നേരെ കല്ലെറിഞ്ഞവർ, BSFനെ വേലി കെട്ടാൻ സമ്മതിക്കാത്തവർ, നമുക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നവർ, ഇവർക്കെല്ലാം ഇപ്പോൾ തദ്ദേശീയരായ ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ കല്ലേറ് കൊണ്ട് ഇവന്മാർ വാണം വിട്ടതുപോലെ ഓടുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബംഗ്ലാദേശികളെ കൈകാറുമ്പോൾ ഇവർ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഏതായാലും നമ്മൾ നിശ്ചയമായിട്ട് എടുത്തിരിക്കുന്ന ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. അതിൽ നിന്ന് പിന്നാക്കം പോകില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ ബംഗ്ലാദേശികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കും. അതുപോലെ തന്നെ നമ്മുടെ അതിർത്തികൾ നമ്മൾ കെട്ടും. നമ്മുടെ അതിർത്തിക്കകത്തേക്ക് കല്ലെറിയുന്നവന്മാർക്ക് വെടിയുണ്ട സമ്മാനമായിട്ട് കൊടുക്കും. ബംഗ്ലാദേശ് ഇപ്പോൾ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മര്യാദക്കിരിക്കുക, ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന്.
കാരണം ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അതിർത്തി മേഖല എന്നുള്ളത്. ഈ അതിർത്തി മേഖലയിലൂടെ നമ്മൾ ഈ പറയുന്ന വീഡിയോകളിലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, കൃത്യമായി പാടങ്ങൾ, കൃഷിഭൂമികൾ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളൊക്കെയുള്ള മേഖലകളിൽ കൂടെയാണ് ഇവർ നുഴഞ്ഞു കയറാൻ നോക്കുന്നത്. അതിനെയാണ് നമ്മളുടെ BSF ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് നിരന്തരമായി പശ്ചിമ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 4096 കിലോമീറ്റർ ദൂരത്തിലേറെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. ആ ബോർഡർ ഏരിയയിലാണ് നമ്മൾ കൃത്യമായിട്ട് അതിർത്തി കെട്ടാനായിട്ട് വരുന്നത്. ഇനി ഏതാണ്ട് ബാക്കിയുള്ളത് എന്ന് പറയുന്നത് 400 കിലോമീറ്ററിൽ താഴെയുള്ളതാണ്. അവിടെയൊക്കെ തന്നെ സ്മാർട്ട് ഫെൻസിങ് വന്നു കഴിഞ്ഞു. സ്മാർട്ട് ഫെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്കും നിരീക്ഷണ ക്യാമറകളുള്ള കൃത്യമായ അലേർട്ട് സംവിധാനങ്ങളുള്ളതാണ്. അത് മാത്രവുമല്ല, ആ പ്രദേശത്ത് നമ്മൾ വലിയ ഫെൻസിങ് കൂടി കൊണ്ടുവരുന്നുണ്ട്. ആദ്യ ഘട്ടത്തിലാണ് സ്മാർട്ട് ഫെൻസിങ്, സിംഗിൾ ലൈൻ ആയിട്ടുള്ള സ്മാർട്ട് ഫെൻസിങ് വരുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ ലൈൻ ആയിട്ടുള്ള 2 ഘട്ടത്തിലായിട്ടുള്ള എല്ലാ ഇൻ്റർനാഷണൽ ബോർഡറും എങ്ങനെയാണോ സ്ഥാപിക്കുന്നത് അതുപോലെ മുഴുവൻ ഫെൻസ് ചെയ്ത്, അത് മാത്രവുമല്ല വൈദ്യുതിയും അവിടേക്ക് എത്തിച്ച് വലിയ ലൈറ്റിങ്ങും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തി നിരീക്ഷണ ക്യാമറകൾ, ഡ്രോണുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത് എന്നുള്ളത്. ഇവർ ഈ പറയുന്ന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിനെ അറിയാഞ്ഞിട്ടല്ല BSF ആരാണ്. BSF ഇന്ത്യയിലുള്ള ഏറ്റവും കരുത്തരായിട്ടുള്ള ഒരു പാരാമിലിറ്ററി ഫോഴ്സാണ്. അപ്പോൾ ഈ ബോർഡർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. സെൻട്രൽ പോലീസ് ഫോഴ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഇവർക്ക് സ്വന്തമായിട്ട് 14ഓളം യുദ്ധവിമാനങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നിരീക്ഷണ വിമാനങ്ങളടക്കമുള്ള സംവിധാനങ്ങളും ആക്രമണത്തിന് ശേഷിയുള്ള വിമാനങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് കൂടാഞ്ഞിട്ട് ഈ പറയുന്ന ബോട്ടുകളുണ്ട്, എനി ടെറൈൻ വെഹിക്കിൾ, ഓൾ ടെറൈൻ വെഹിക്കിളുകളുണ്ട്. കരയിലും വെള്ളത്തിലും ആകാശത്തിലും ചതുപ്പ് നിലങ്ങളിലും മരുഭൂമികളിലും ഒട്ടകപ്പടയുള്ള രാജ്യത്തെ ഏക സേന കൂടിയാണ് BSF. അപ്പോൾ BSF എന്ന് പറയുന്ന കരുത്തന്മാരുടെ ഈ സംവിധാനത്തിന് നിസാരമല്ലാത്ത ഫോഴ്സാണുള്ളത്. അത് അങ്ങനെയുള്ളവരോട് മുട്ടാനായിട്ട് ഈ അല്പം മാത്രമുള്ള ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് വരുന്നത് എത്ര അബദ്ധമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അത് അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ജിഹാദികളെ ഇറക്കിയുള്ള കല്ലേറും നുഴഞ്ഞുകയറ്റവും ആക്രമണവും ഈ പറയുന്ന വേലി കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും ഒക്കെ. അതിനെ പൂർണ്ണമായിട്ടും തടയിടാനായിട്ട് ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു, നമ്മുടെ BSF ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് കൃത്യമായ മറുപടി കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കാർ അവിടെ ഇറങ്ങി കൃത്യമായ തിരിച്ചടി വ്യക്തമായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് വേറെ നിവൃത്തിയില്ല, ഓടുക എന്നുള്ളതല്ലാതെ. ഇനി ഈ ഗ്രാമീണർ, ഇപ്പോൾ പ്രതിരോധിക്കാനിറങ്ങിയ ഗ്രാമീണർ മാറി തിരിച്ച് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ബോർഡറിലേക്ക് BSF വരുമ്പോഴാണ് ഈ പറയുന്ന ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഈ കല്ലുകൾക്ക് പകരം വെടിയുണ്ട പിന്നെയും സംസാരിക്കും. അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അല്പം സംയമനം പാലിക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശ് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങോട്ട് അടിക്കാൻ വന്നവർക്ക് അങ്ങോട്ട് തിരിച്ചടി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഗ്രാമീണർ. അതുകൊണ്ടാണ് ആ അടി ഏറ്റിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. BSFിൻ്റെ മുന്നറിയിപ്പ് ഉൾക്കൊണ്ട് അതിനൊത്ത് നിൽക്കാത്തവർക്ക് കൃത്യമായ മറുപടിയായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്. 1-2 തവണ വന്നിട്ടേ ഈ ഖബർ വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ. ഈ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് വന്നിട്ട് 3-4 പേരുടെ ഖബർ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ പറയുന്ന ശവമഞ്ചം വന്ന് ഈ ശവം വാങ്ങിച്ചുകൊണ്ട് പോയി. ഇനി അതിൻ്റെ എണ്ണം കൂടും. നിങ്ങൾക്ക് അവസാനം അട്ടിയിട്ട് കൊണ്ടുപോകേണ്ടി വരും ഇവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരെയും നിങ്ങളുടെ ഈ ബോർഡറിൽ വന്ന് നിന്ന് കല്ലെറിയുന്നവരെയും എന്നുള്ളതാണ് BSF പറയുന്നത്. അത് ഓർത്ത്, അത് അറിഞ്ഞ് മനസ്സിലാക്കി മിണ്ടാതിരിക്കുന്നതാണ് ബംഗ്ലാദേശിന് നല്ലത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.